ഉദയം സൂര്യൻ ഉദിക്കാൻ തുടങ്ങി, ഉദിച്ച് ഒരു കൊമ്പിനോളം ഉയരുന്നത് വരെ, ഒരു കുന്തത്തോളം, അല്ലെങ്കിൽ ചില ഹദീസുകൾ 2 കുന്തത്തിന്റെ ഉയരത്തിൽ സൂര്യൻ ഉദിച്ചു ഉയരുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉലമാക്കളിൽ പലരും പറഞ്ഞു, ഒരാൾ മസ്ജിദിലേക്ക് ആ സമയം പ്രവേശിച്ചാൽ നിസ്കരിക്കരുത്. തഹിയ്യത്ത് ആ സമയത്ത് നിസ്കരിക്കുക, കാത്തുക. അത് കഴിഞ്ഞതിന് ശേഷം, ആ സമയം കഴിഞ്ഞതിന് ശേഷം തഹിയ്യത്ത് നിസ്കരിക്കുക. അതുപോലെ സൂര്യഗ്രഹണം ആ സമയത്തുണ്ടായാൽ ആ സമയത്ത് നിസ്കാരം ആരംഭിക്കരുത്. എന്നാൽ ഒരാൾ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് നിസ്കാരം തുടങ്ങി എങ്കിലും നിസ്കാരം തുടരാം. നിസ്കാരം പെട്ടെന്ന് കഴിക്കേണ്ടതില്ല, തുടരാം. പക്ഷെ നിസ്കാരം ആ സമയത്ത് തുടങ്ങാൻ പാടില്ല. രണ്ടാമത്തെ സമയത്ത് സൂര്യൻ മധ്യത്തിലെത്തിയത് മുതൽ അത് മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെ, അത് വളരെ കുറഞ്ഞ സമയമാണ്. നമ്മളിങ്ങനെ വെയിലത്ത് പോയി നിന്നാൽ നമ്മുടെ നിഴൽ ചിലപ്പോൾ കാണാനുണ്ടാവുകയില്ല. നിഴൽ സൂര്യൻ ഒന്ന് ഇവിടെ ആവണം, അല്ലെങ്കിൽ അവിടെ ആവണം. നേരെ തല മുകളിലായി കഴിഞ്ഞാലോ ചിലപ്പോൾ നിഴൽ തീരെ ഉണ്ടാവുകയില്ല, അതല്ലെങ്കിൽ വളരെ ചെറിയൊരു നിഴൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ആയതു മുതൽ സൂര്യൻ മധ്യത്തിലേക്ക് തെറ്റിപ്പോകുന്നത് വരെ നിസ്കരിക്കരുത്. മൂന്നാമത്തെ സമയം സൂര്യൻ അസ്തമയം ആരംഭിച്ചതു മുതൽ അസ്തമിക്കുന്നത് വരെ. ഈ 3 സമയങ്ങളിൽ സുന്നത്ത് നിസ്കാരങ്ങൾ പാടില്ല. ചിലർ പറഞ്ഞു എന്തെങ്കിലും കാരണങ്ങളുള്ള നിസ്കാരമാണെങ്കിൽ പോലും ഈ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. ഇത് കൂടുതൽ ശക്തമായ വിലക്ക് വന്ന സമയമാണ്. അതല്ലെങ്കിൽ സുബ്ഹിന് ശേഷം നിസ്കാരം പാടില്ല, അത് വിലക്കപ്പെട്ട സമയം തന്നെ. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞു അത് ഇത്ര കടുത്ത സമയമല്ല, വിലക്ക് ഇത്രമാത്രം ശക്തമായ സമയമല്ല. ഈ 3 സമയങ്ങളിൽ മയ്യത്ത് മറമാടുന്നതും ഇതുപോലെ തന്നെ വിലക്കപ്പെട്ട കാര്യമാണ്. നിസ്കാരം